നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ വലിയ പോരാട്ടത്തിലാണ് കേരളം. ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണം അത്യാവശ്യമായ ഒരു ഘട്ടമാണിത്. ഇത് നമുക്കൊപ്പം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ മോഹൻ റോയ് ജി ഉണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ആവശ്യകത എത്രത്തോളമാണ്? ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകത ഏറ്റവും പ്രാധാന്യം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കഴിഞ്ഞു പോകുന്നത്. അതായത് ലഹരി നമ്മുടെ മനുഷ്യ വംശത്തിൻ്റെ ഉത്ഭവത്തോടു കൂടി തന്നെ ഉണ്ട്. അപ്പം അത്തരത്തിൽ മുന്നോട്ട് വന്ന ഒരു സമൂഹം ഈ അടുത്ത കാലത്തായി വിദേശ രാജ്യങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് തന്നെയുണ്ട് ഈ അതീവ ഗുരുതരമായ രാസലഹരികളും മറ്റുമുണ്ട്. നമ്മളിപ്പോഴും ഇത് ഫോക്കസ് ചെയ്യുമ്പോൾ രാസലഹരികളാണ് അപകടകരം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു. രാസലഹരി അപകടകരമല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ലഹരി ഇത്തരത്തിൽ അപകടകരമാകുന്നത് എന്നതിനെക്കുറിച്ച് വലിയൊരു ചർച്ച സമൂഹത്തിൽ നടക്കുന്നില്ല. ഏറ്റവും പ്രാധാന്യം ഇതിൽ നമ്മുടെ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഊന്നിക്കൊണ്ടാണ് ഇക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാരണം പൊതുവെ പഠനങ്ങൾ കാണിക്കുന്നത് കൗമാരപ്രായത്തിലാണ് ലഹരിയിലേക്കുള്ള ഒരു പോക്ക് തുടങ്ങുന്നത് എന്നുള്ളതാണ്. കാരണത്തിൽ പണ്ട് നമ്മൾ പറയാറുണ്ട് ഈ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും മറ്റും നടത്തിയ പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് ചൊട്ടയിലെ ശീലങ്ങളാണ് നമ്മളെ ചുടലയിൽ എത്തിക്കുന്നത് എന്നാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ആയുർദൈർഘ്യത്തെ തീരുമാനിക്കുന്ന നിർണായകമായ രോഗങ്ങളും അഡിക്ഷൻസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും കൗമാരകാലത്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൗമാരകാലത്തുണ്ടാകുന്ന ഇത്തരം തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചോയ്സസ്, തീരുമാനങ്ങൾ, ലഹരി ഉപയോഗിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ, ഇവയൊക്കെയാണ് ആത്യന്തികമായി മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യത്തെ തന്നെ ബാധിക്കുന്നതെന്നും പല രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇത് അവരുടെ സാമൂഹ്യ സംവിധാനങ്ങൾക്ക്, ആരോഗ്യ സംവിധാനങ്ങൾക്ക് താങ്ങാനാകാത്ത ഒരളവിൽ ആരോഗ്യ ബഡ്ജറ്റിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരിയും കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ലഹരിയും കുറ്റകൃത്യങ്ങളും അഭേദ്യമായി ബന്ധമുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിലെ അടുത്ത കാലത്ത് വന്ന കേസുകൾ തന്നെ പരിശോധിച്ചാൽ ഒരു ഡോക്ടറുടെ കൊലപാതകത്തിലാകട്ടെ, ഒരു കുടുംബ വഴക്കിലാകട്ടെ, അല്ലെങ്കിൽ അച്ഛൻ കുട്ടികളെ ഉപദ്രവിക്കുന്നതിലാകട്ടെ, പോക്സോ കേസുകളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ റോഡിലുണ്ടാകുന്നൊരു സംഘർഷമാകട്ടെ, ഇതിലൊക്കെ തന്നെ ലഹരിയുടെ സ്വാധീനം വളരെ നിർണായകമായതായി അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലഹരി എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി, സാമൂഹ്യ വിപത്തായി, യഥാർത്ഥത്തിൽ ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമായി തന്നെ ലഹരി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളും കൃത്യമായി പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ ബോധവൽക്കരണം ആവശ്യമാണ്. ഇപ്പം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും എതിരായുള്ള ബോധവൽക്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതശൈലിയിലുണ്ടാകുന്ന ക്രമീകരണങ്ങൾ, ഭക്ഷണം നിയന്ത്രിക്കുന്നത്, വ്യായാമം ചെയ്യുന്നത്, ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്, പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവബോധത്തിലൂടെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ അവബോധം അതിൻ്റെ ഒരു ഫലമായിട്ടുണ്ടാകുന്നതാണ്. കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പം ഹൃദ്രോഗത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഹൃദ്രോഗത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ ആ ഘടകങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ലഹരിയുടെ കാര്യത്തിൽ ഇത്തരം അവബോധം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇത്തരം അവബോധ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളോട്, മുതിർന്നവരോട് സംവദിക്കാനും എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായി ഞങ്ങൾ കാണുന്ന ചില രോഗികളെങ്കിലുമൊക്കെ, നമുക്കിപ്പോൾ ഏതൊരു രാജ്യത്തും നിയന്ത്രിത ലഹരിയും അനിയന്ത്രിത ലഹരിയും ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നിയന്ത്രിത ലഹരി എന്ന് പറയുന്നത് മദ്യവും പുകയിലയുമാണ്. മദ്യം ഉപയോഗിക്കുന്നവരോട് നമ്മൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ഈ മദ്യത്തിൻ്റെ കുപ്പികളിലൊക്കെ തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പോലും ചില ആൾക്കാരെങ്കിലും പറയുന്നത് അത് ഈ ബോട്ടിലിൽ വെറുതെ എഴുതി വെച്ചതായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. സർക്കാരോ സംവിധാനങ്ങളോ ഒന്നും ഇത്തരത്തിൽ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു കാര്യം വിൽക്കില്ലല്ലോ എന്ന് വരെ തെറ്റിദ്ധാരണ പടർന്ന ഒരു സമൂഹം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ യുവാക്കളിലും മറ്റുമുള്ള മറ്റു ലഹരികളുടെ, അതായത് മദ്യമല്ലാത്ത മറ്റു ലഹരികൾ, ഇപ്പം പൊതുവെ പറയുന്ന പുതിയ ലഹരികളല്ല, അവ പണ്ടുമുള്ളതാണ്. ഇപ്പോൾ അവയുടെ ഉപയോഗം വളരെ കൂടുതലായിരിക്കുന്നു. കഞ്ചാവ് ഉൾപ്പെടെയുള്ള MDMA, LSD ഉൾപ്പെടെയുള്ളവ. ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ ആത്യന്തികമായി നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഇതിൽ സാമൂഹികമായ ഒരു അവബോധമുണ്ട്, ഒരു ആരോഗ്യ അവബോധമുണ്ട്, ഒരു നിയമപരമായ അവബോധമുണ്ട്. ആരോഗ്യാവബോധം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാണ്. ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് തന്നെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കുറവ് മാത്രമേ അറിയാവൂ. പിന്നെ ഇതിലൊരു നിയമപരമായ അവബോധത്തിൻ്റെ പ്രശ്നമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു മുതിർന്ന ആൾ ഒരു മുറിയിൽ താമസിക്കുകയാണെങ്കിൽ മറ്റൊരാൾ
ആ മുറിയിൽ ലഹരി കൊണ്ടുവയ്ക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ രക്തം പരിശോധിക്കുമ്പോൾ അതിൽ സാമ്പിളിൽ ഈ ലഹരി ഇല്ല, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്കെതിരെ ഒരു കേസെടുക്കാമെന്നും നിങ്ങൾ അഴിക്കുള്ളിലാകാമെന്നും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത്തരം സ്വഭാവങ്ങളിലേക്ക് പോകാതെ നമ്മുടെ യുവതലമുറ ജാഗരൂകരായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിരോധം ആവശ്യമാണ്. ഈ പ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്ന് പറയുന്നത് ബോധവൽക്കരണമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ പുതിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഉൾപ്പെടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ ഉദ്ഘാടനം അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ ക്യാമ്പസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൗമാരക്കാരെയും യങ് അഡൽട്സ് അവരെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യം. അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ലഹരി ഉപയോഗം ഇവർ തുടങ്ങിയാൽ ഭാവിയിൽ ഇവർ ലഹരിക്ക് അടിമയാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പൊതുവെ കാണിക്കുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ ദളം മുൻഭാഗം വളർച്ച പൂർത്തിയാകുന്നത് അല്ലെങ്കിൽ പക്വത എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് എത്തുന്നത് ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് 23 മുതൽ 25 വയസ്സ് വരെയാണെന്ന്. അതിനുശേഷമാണ് നിങ്ങൾ ലഹരി തുടങ്ങുന്നതെങ്കിൽ നോക്കൂ, അതിനുശേഷം ലഹരി തുടങ്ങണം എന്നല്ല നാം പറയുന്നത്. അതിനുശേഷമാണ് ലഹരി തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നമ്മൾ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലഹരി 23 25 വയസ്സ് കഴിഞ്ഞാൽ ലഹരി തുടങ്ങിയേക്കണമെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഡോളസൻസ് കൗമാരകാലത്തുള്ളവർക്കൊക്കെ ലഹരി ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ലഹരിക്ക് അടിമയാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ നടത്തുന്നത്. വ്യക്തമാണ് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു കൗമാരക്കാരിൽ ലഹരിയുടെ ഉപയോഗം തുടങ്ങുന്നത് അത് അവരെ അടിമത്തത്തിലേക്ക് നയിക്കാൻ അത്രയും കെൽപ്പുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ വെറുമൊരു കൗതുകത്തിന് വേണ്ടി തുടങ്ങി പിന്നെ പലരും അതിന് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും പൊതുസമൂഹമായാലും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ ലഹരിയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു നിലപാട് എന്താണെന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ കാര്യത്തിലോ ഒക്കെ ഒരു വാർത്ത വരികയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ തന്നെ കമൻ്റ് ഇടുന്നവർ പ്രതികരിക്കുന്ന രീതിയുണ്ട്. ഒരു കുട്ടിയെ ഇപ്പം ലഹരിക്ക് ഉപയോഗിച്ചതിന് ശേഷം കുട്ടികൾ തമ്മിലുണ്ടായ ഒരു വഴക്കിൻ്റെ ഭാഗമായ ഒരു കുട്ടി നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ വാർത്തകളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ എന്ന് വെച്ചാൽ ഇത് സർക്കാർ എന്ത് ചെയ്തു, സംവിധാനങ്ങൾ എന്ത് ചെയ്തു, എക്സൈസ് എന്ത് ചെയ്തു, പോലീസ് എന്ത് ചെയ്തു, അധ്യാപകർ എന്ത് ചെയ്തു എന്നുള്ള രീതിയിലാണ്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നേ. നമ്മളൊരു കാര്യം മനസ്സിലാക്കൂ, നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് തന്നെ ഒരു വയറിളക്കം വരുന്നു, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ വരുന്നു. ഈ രോഗാവസ്ഥ വരുന്നതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി സംവിധാനങ്ങൾക്കാണോ? ഇപ്പോൾ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം ശുചിയുള്ളതല്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വയറിന് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതിന് സർക്കാർ സംവിധാനങ്ങളുമാണോ കുറ്റം പറയേണ്ടത്? ഞാനിത് പറയുമ്പോൾ സർക്കാരിനും സംവിധാനങ്ങൾക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ യാതൊരു പങ്കുമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് കുടുംബവും സമൂഹവുമാണ്. അത് എന്തോ തെറ്റിദ്ധാരണ കൊണ്ടാണ് സമൂഹവും കുടുംബവുമാണെന്ന് എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പുറത്ത് മാതാപിതാക്കൾക്ക് ഒരു കണ്ണുണ്ടാവണം. മാതാപിതാക്കൾക്ക് ഒരു കണ്ണുണ്ടാകണം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. കുട്ടിയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കുട്ടി വീട്ടിൽ വരുന്നതിൽ ചില സമയത്തിനൊക്കെ ചില വ്യത്യാസം ഉണ്ടാകുന്നു. കുട്ടി വീട്ടിൽ സാമൂഹികമായി ഇടപഴകുന്നില്ല, ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നു, അല്ലെങ്കിൽ വ്യക്തിശുചിത്വം പാലിക്കുന്നില്ല, അല്ലെങ്കിൽ പൊതുവെ ഏകാന്തനായിരിക്കുന്നു, പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, വല്ലാത്ത ക്ഷീണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും തന്നെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ പൂർണ്ണമായ സൂചകങ്ങളല്ല. അവ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉള്ള ഒരു സൂചനയായി കണക്കാക്കണം. കുട്ടിയോട് നിങ്ങൾ തുറന്ന് സംസാരിക്കണം. കുട്ടിയോട് തുറന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ടൊന്നുമല്ല വേണ്ടത്. കുട്ടിയുമായി കുട്ടിക്കാലം തൊട്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ തുറന്ന ഒരു സംവാദം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കണം. ആ കുട്ടിയോട് സംസാരിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അവന് സഹായം, നമുക്കൊരുമിച്ച് ഈ പ്രശ്നത്തെ നേരിടാമെന്നുള്ള ഒരു ആത്മവിശ്വാസം, അതായത് കുട്ടിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം അവർ സജസ്റ്റ് ചെയ്യുമെന്ന് പറയാനുള്ളൊരു ധൈര്യം എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും. ഒരു ആത്മവിശ്വാസം കുട്ടിക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അതുപോലെ സ്കൂളിൽ കുട്ടികൾ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളുകളിൽ അധ്യാപികമാർക്ക് കുട്ടിയെ ശ്രദ്ധിക്കുക. അവരുടെ പഠന പിന്നോക്കാവസ്ഥ, അമിതമായ ക്ഷീണം, ഈ പറഞ്ഞ വ്യക്തിശുചിത്വം കുറയുന്നു,
പെട്ടെന്നുള്ള പൊട്ടിത്തെറികളും ദേഷ്യപ്പെടലും ഒക്കെ ഉണ്ടാകുന്നു. കുട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും മനസ്സിലാവുമല്ലോ. അത്തരത്തിലുള്ള കുട്ടിയെ നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് പുതിയ പദ്ധതി പ്രകാരം ഒരു 1-ാം തലത്തിൽ അധ്യാപകന്മാരും അധ്യാപികമാരും അവരെ സമീപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അത് സാധിക്കുന്നില്ലെങ്കിൽ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് എത്തിക്കുകയും അല്ലെങ്കിൽ കൗൺസിലർമാരുടെ ഒരു പൂൾ രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെൻറ് ആലോചിക്കുന്നത്. മൂന്നാമത്തെ താല്പര്യം ഇതിലുണ്ടാകേണ്ടത് സമൂഹത്തിനാണ്. ഒരു കുട്ടി അസ്വാഭാവികമായ സാഹചര്യത്തിൽ ഒരിടത്ത് കണ്ടാൽ, അവൻ്റെ പ്രവർത്തികളിൽ അസ്വാഭാവികത തോന്നിയാൽ സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും ഇടപെടാൻ തോന്നേണ്ടതാണ്, ഇടപെടേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് പറയും ഇത് എൻ്റെ വീട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് പറയും. നോക്കൂ, താങ്കൾ മറ്റൊരു കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചാൽ താങ്കളുടെ കുട്ടിയുടെ കാര്യത്തിൽ മറ്റൊരാൾ ചിലപ്പോൾ ശ്രദ്ധ കാണിച്ചെന്നിരിക്കും. അത്തരത്തിൽ സമൂഹത്തിൻ്റെ ഒരു കണ്ണ്, അതായത് കുടുംബത്തിൻ്റെയും കുട്ടിയുടെ അടുത്ത് സ്കൂളുകളുടെ കലാലയങ്ങളുടെ പിന്നെ സമൂഹത്തിൻ്റെയും ഒരു കണ്ണ് കുട്ടികളുടെ പുറത്തുണ്ടാവണം. ഇത് യഥാർത്ഥത്തിൽ കുട്ടികളുടെ പുറത്ത് എന്നുള്ളത് മാറ്റിയിട്ട് മുതിർന്നവരുടെ പുറത്തും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ വീട്ടിലൊരാളുടെ പ്രശ്ന ലഹരി ഉപയോഗമുണ്ടെന്ന് വെച്ചോളൂ. പൊതുവേ നമ്മുടെ നിലപാട് ഇപ്പോൾ പല കുടുംബങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട എന്ന് കരുതി അങ്ങ് മാറ്റിവെക്കും. അല്ലെങ്കിൽ അയാൾ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവർ ഇടപെടില്ല. അല്ലെങ്കിൽ അയാൾക്ക് മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ, വല്ലപ്പോഴും അയാൾ ഇതല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് കരുതി മാറ്റിവെക്കുക. അത്തരം നിലപാടുകൾ എടുക്കാതെ വളരെ വ്യക്തമായി കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആ വ്യക്തിയുടെ ജോലിസ്ഥലം, അതായത് തൊഴിൽ സ്ഥലമാണെങ്കിൽ ഓഫീസ്, കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ സ്കൂൾ, അത്തരം 3 സംവിധാനങ്ങളുടെയും ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനം ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ വളരെ അത്യാവശ്യമാണ്. തിരികെ ഹലോ ഡോക്ടറിലേക്ക്. ഡോക്ടർ, ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം? എങ്ങനെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും? വളരെയധികം തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണിത്. കാരണം യഥാർത്ഥത്തിൽ ലഹരിയുടെ ഒരു കാരണം എന്താണ്, ഏത് അവയവ വ്യവസ്ഥയെയാണ് ലഹരി ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഏത് അവയവ വ്യവസ്ഥയുടെ പ്രശ്നമാണ് ലഹരിക്ക് കാരണമെന്നുള്ള കാര്യത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ അവബോധം പൊതുവെ കുറവാണ്. അത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ തലച്ചോറാണ് നമ്മുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് തന്നെ ലഹരി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തന വൈകല്യം കൊണ്ടുണ്ടാകുന്നതാണ്. അതിൽ തീർച്ചയായിട്ടും സാമൂഹിക സാഹചര്യങ്ങളിലുമൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടൊരു വ്യക്തിയുടെ ചികിത്സ ഇത്തരത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം പലരും ചോദിക്കുന്നത്, പല തെറ്റിദ്ധാരണകളും ആൾക്കാർക്കുണ്ട്. കാരണം പലരും ചോദിക്കുന്നത്, നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം പെട്ടെന്ന് നിർത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പൊതുവേ ഉള്ള ഒരു ശാസ്ത്രീയമായ അവബോധവും ശാസ്ത്രീയമായ ചിന്താരീതിയും കുറവാണ്. അതുകൊണ്ട് തന്നെ എവിടെയെന്നെങ്കിലുമൊക്കെ കേട്ട, അതിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയും ഒക്കെ ഒരു പങ്ക് വഹിക്കാറുണ്ട്, അത്തരത്തിൽ കേട്ടൊരു കാര്യങ്ങൾ, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് പണ്ട് ഈ ചികിത്സ നടത്തിയപ്പോൾ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ നമ്മെ സമീപിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഈ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം എന്നിവയൊക്കെ ലഹരിയെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. ലഹരി കേന്ദ്രീകൃതമാകും ആ ജീവിതം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന് ഒരു ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മലയാളത്തിലൊക്കെ വിഷാംശം നീക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ലഹരിക്ക് അടിമപ്പെട്ട ആളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ഉപയോഗിക്കണമെന്നോ, എങ്ങനെ ഉപയോഗിക്കണമെന്നോ, ആരുടെ കൂടെ ഉപയോഗിക്കണമെന്നോ, എത്ര ഉപയോഗിക്കണമെന്നൊക്കെ ഉള്ളതാണ് പുള്ളിയുടെ ചിന്ത. അപ്പോൾ അതിൽ നിന്ന് ഈ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ സമാന സ്വഭാവമുള്ളൊരു ലഹരി പദാർത്ഥം, അത് നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സർവ്വവ്യാപകമായി നമ്മുടെ നിക്കോട്ടിൻ ചൂയിങ് ഗമ്മുകളുണ്ട്. അത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് നമ്മൾ ഈ നിക്കോട്ടിനാണ് പുകയിലയിലുള്ള ഈ നമുക്ക് സ്റ്റിമുലൻ, നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്, നമുക്ക് അഡിക്റ്റ് ആവാൻ സാധ്യത തരുന്ന പദാർത്ഥം അതാണ്. ഈ ശരീരത്തിൽ നിക്കോട്ടിൻ എത്തിക്കാനായി പല മാർഗങ്ങളുണ്ട്. അതിലേറ്റവും അപകടകരമായ മാർഗമാണ് ഈ പുകവലിക്കുക എന്നുള്ളത്. കാരണം പുകയിലയിൽ, സിഗരറ്റിൽ ഒരു 600ഓളം ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുകവലിക്കുക എന്നത് മാറ്റിയിട്ട് നമുക്ക് നിക്കോട്ടിൻ ചൂയിങ് ഗമ്മുകളോ ശരീരത്തിൽ ഒട്ടിക്കുന്ന പാച്ചുകളോ ഒക്കെ ഉണ്ടാവും. ഇത് ആദ്യ ഘട്ടമാണ്. നമുക്ക് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ അപകടം ഇല്ലാത്ത ഒരു വസ്തുവാണ് എന്ന് നമ്മൾ പറയുന്നില്ല. നിക്കോട്ടിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ഏറ്റവും അപകടകരമായ മാർഗത്തിൽ ശരീരത്തിൽ എത്തിക്കുന്നതിന് പകരം അപകടം കുറഞ്ഞ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകുന്നു. നിക്കോട്ടിൻ ഗമ്മോ പാച്ചോ ഒക്കെ ഉപയോഗിക്കുന്നു. അതിൻ്റെ അളവ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ച് കൊണ്ടുവരുന്നു.
വലിയ പിൻവാങ്ങൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാതെ. ഇനി രണ്ടാമത്തെ പരമപ്രധാനമായ ഘട്ടമെന്ന് പറയുന്നത്, ലഹരി ഒരു വ്യക്തി ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. അത് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ മാനസിക പ്രശ്നം കൊണ്ടാണ് ഈ വ്യക്തി ലഹരി ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാനസിക രോഗത്തിൻ്റെ ചികിത്സ ഉണ്ടാവേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കുറേയധികം ലഹരി വിമോചന ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു 14-21 ദിവസം ഒരു ലഹരി ചികിത്സയുടെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറയും. അതായത് 14-21 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്ത് നിങ്ങളെ ചികിത്സിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലഹരി ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് ലഹരി ഇല്ല. അതിനുശേഷം ഈ വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വ്യക്തി ഒരു സാമൂഹ്യ ഉത്കണ്ഠ രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആൾക്കാരോട് ഇടപഴകാനോ സംസാരിക്കാനോ പറ്റുന്നില്ല. ഒരു സ്റ്റേജിലോ ഒരിടത്തോ സംസാരിക്കേണ്ടി വന്നാൽ നമുക്ക് കൈയും കാലും കൂട്ടിയിടിക്കും, തൊണ്ട വരണ്ട് വരും, സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ. അതുള്ള ഒരു രോഗി ആയിരുന്നു എന്ന് വയ്ക്കുക. അയാൾ തൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന രീതിയിൽ, താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും അല്പം മദ്യം കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ മദ്യപാനം തുടങ്ങിയ ഒരു വ്യക്തിയാവും. അല്ലെങ്കിൽ ഇദ്ദേഹം വിഷാദ രോഗമുള്ളൊരു വ്യക്തിയായിരിക്കും. ആ വിഷാദത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മദ്യം കഴിച്ചു തുടങ്ങിയ ആളായിരിക്കും. അങ്ങനെയാണ് ഇദ്ദേഹം ഈ ലഹരിക്ക് അടിമയാകുന്നത് എന്ന് വെച്ചോളൂ. നമ്മൾ ഈ ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിൽ ഇത്രയും ദിവസം ചികിത്സിച്ചതിന് ശേഷം ഈ മാനസികാരോഗ്യ പ്രശ്നം പരിഹരിക്കാതെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാൽ എന്താ സംഭവിക്കുക? അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നം അതുപോലെ തന്നെ ഉണ്ടല്ലോ, അദ്ദേഹം വീണ്ടും ലഹരി ഉപയോഗിക്കാൻ സാധ്യതയും ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ പറയുന്ന മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും അതിൻ്റെ ചികിത്സയുമാണ്. അതിനുശേഷം ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പുനരധിവാസ പ്രക്രിയയുണ്ട്. പുനരധിവാസ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ സമൂഹത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ലഹരിക്കടിമയായ ഒരു വ്യക്തിക്ക് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും മിക്കവാറും ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും. ഈ വ്യക്തിക്ക് എല്ലാ ദിവസവും ലഹരി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേക ദിവസം പ്രത്യേക സമയമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവണത ഉണ്ടാകും. ആ പ്രവണതയിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ അത് യഥാർത്ഥത്തിൽ സമൂഹവും കുടുംബവും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വ്യക്തിയുടെ സാമൂഹ്യ ജീവിതവും ഒക്കെ ലഹരിക്ക് കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ മറ്റൊരു ഓപ്ഷൻസ് അദ്ദേഹത്തിനുണ്ടാകണം. വീട്ടിലെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക വ്യായാമമാവാം, അല്ലെങ്കിൽ മറ്റ് സാമൂഹികമായ ഇടപെടലുകളാവാം. അതിലൊക്കെയും കൂടി ഇടപെടാനും അതോടൊപ്പം ഈ പ്രാഥമിക മാനസികാരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ കൊണ്ടുപോകാനും ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കുന്ന ഒരു സദസ്സിലേക്കോ കൂട്ടുകെട്ടിലേക്കോ പിന്നീട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊതുവേ നമ്മുടെ സമൂഹത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ലഹരി വിമോചന ചികിത്സയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ തന്നെ പറയും, നീ വന്ന് ഈ മദ്യമെന്ന് നമ്മൾ പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും ലഹരിയുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കാനായി മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേരളത്തെ മദ്യത്തെ അപേക്ഷിച്ച് പല പുതിയ ലഹരികളും വന്നു കഴിഞ്ഞെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ മദ്യം ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തി ലഹരി വിമോചന ചികിത്സയ്ക്ക് ശേഷം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു മദ്യപാന സദസ്സുണ്ട്, അവിടെ നീ വന്നോളൂ, അവിടെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ഉണ്ട്, അത് കഴിച്ചോളൂ, നീ മദ്യം കഴിക്കേണ്ട എന്ന് പറയും. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടക്കില്ല. കാരണം മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ചികിത്സയ്ക്ക് ശേഷം മദ്യം ഉപയോഗിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വീണ്ടും മദ്യപാനം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും മദ്യപാനം തുടങ്ങിയാൽ, ഇപ്പോൾ ഉദാഹരണം, നേരത്തെ അദ്ദേഹം ഒരു 10 വർഷം കൊണ്ടോ 12 വർഷം കൊണ്ടാണ് പൂർണ്ണമായും മദ്യത്തിന് അടിമയായ ഒരു വ്യക്തിയായത് എങ്കിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം ഈ ഒരു മദ്യപാന സദസ്സിലേക്ക് പോയാൽ പിന്നെ വീണ്ടും അദ്ദേഹം പണ്ട് ഉപയോഗിച്ചിരുന്ന അളവിലേക്ക് എത്താൻ ചിലപ്പോൾ ആഴ്ചകളോ ദിവസങ്ങളോ തന്നെ മതിയായിരിക്കും. അങ്ങനെ ഒരു പുനർപതനത്തിലേക്ക് ഈ വ്യക്തി പോകും. അത് ഒഴിവാക്കണമെന്നുള്ളതാണ്. അപ്പോൾ ലഹരി വിമുക്തി ചികിത്സയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലഹരിയുടെ പ്രതിരോധത്തിൽ നമ്മൾ കുടുംബവും സാമൂഹിക സാഹചര്യവും തൊഴിൽ മേഖലയും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ചികിത്സയിലും തുടർ ചികിത്സയിലും ഒക്കെ തന്നെ നമ്മുടെ കുടുംബത്തിന് സുപ്രധാനമായ ഒരു പങ്കുണ്ട്. സാമൂഹിക സാഹചര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്യക്തിയെ ലഹരി വിമോചന ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടുവന്നതിന് ശേഷം ദീർഘകാലം ഈ വ്യക്തി ലഹരി ഉപയോഗിക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ആവശ്യമാണ്. വ്യക്തമാണ് ഡോക്ടർ. സർക്കാർ തലത്തിൽ നടന്നു വരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ്? സർക്കാർ തലത്തിലെ ലഹരിയെ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു 40 അംഗ കോർ ടീം അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സർവ്വതല സ്പർശിയായ, അതായത് സ്കൂളുകളിൽ തുടങ്ങി കോളേജുകളിൽ തുടങ്ങി സമൂഹത്തിൽ തുടങ്ങി റെസിഡൻസ് അസോസിയേഷനുകളിൽ
തുടങ്ങി എല്ലാ മേഖലകളിലും ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സ്കൂളുകളിലേക്കുള്ള മോഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യപ്പെട്ടു. അവിടെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഇന്നിപ്പം എല്ലാ സ്കൂളുകളിലുമൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ രാവിലെ പങ്കെടുക്കുകയുണ്ടായി. തിരുവനന്തപുരം റൂറൽ പോലീസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പോലീസും എക്സൈസും ഒക്കെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളിലും നിന്നൊരു ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പിന്നെ സ്കൂളുകളിലുമൊക്കെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കൂളുകളിലും കോളേജിലൊക്കെ തന്നെ സമൂഹത്തിൻ്റെ ഒരു കണ്ണുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നിർണായകമായ റെസിഡൻസ് അസോസിയേഷനുകൾ ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനിൽ ഇത്തരം പരിപാടികളും അവിടെ താമസിക്കുന്നവരെ അവർക്ക് അറിയാനും അവരുമായി ഇടപഴകാനും സാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ എത്തിപ്പെടുന്നു എന്നുള്ളത്. അങ്ങനെ കേരളമൊട്ടാകെ, കാരണം ഈ ലഹരിക്കെതിരായിട്ടുള്ളൊരു യുദ്ധം, വാർ ഓൺ ഡ്രഗ്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ലഹരിക്കെതിരായിട്ടുള്ളൊരു യുദ്ധമെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്നതല്ല. യഥാർത്ഥത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ഈ യുദ്ധമെന്ന് പറയുന്നത് അത്ര എളുപ്പം ജയിക്കാൻ പറ്റുന്നതുമല്ല. കാരണം അതിൻ്റെ അപ്പുറത്തുള്ള മാഫിയകൾ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ ശൃംഖലകളും മറ്റുമൊക്കെ പരിശോധിച്ചാൽ വളരെ നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ. അപ്പോൾ ആ ശൃംഖലകളെ തകർക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യത്തിലും മാതൃകയാണ് കേരളമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന പോലെ സാമൂഹികമായ ഒരു പ്രതിരോധം, അതിൽ നിയമപരമായ എക്സൈസിൻ്റെയോ പോലീസിൻ്റെയോ മാത്രമല്ലാത്ത സമൂഹം മൊത്തമായി ഒരു പ്രതിരോധം ലഹരിക്കെതിരായി കൊണ്ടുവന്നാൽ മാത്രമേ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിക്കുകയുള്ളൂ. അങ്ങനെ ആയിരിക്കണം കേരളത്തിൻ്റെ ഈ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിക്കേണ്ടത്. കാരണം ഈ യുദ്ധമെന്ന് പറയുന്നത് നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന യുദ്ധമാണ്. ഈ യുദ്ധം നമുക്ക് തോക്കാൻ സാധിക്കില്ല. ഇതിൽ നിന്നും ഈ യുദ്ധത്തിൽ നമ്മൾ തോറ്റാൽ നമുക്കിനി മുന്നോട്ടൊരു പുരോഗമനവും ഉണ്ടാവില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ യുദ്ധം നമുക്ക് ജയിച്ചേ പറ്റൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആ സന്ദേശം വ്യക്തമാക്കുന്ന ഒരു തീമാണ് ഈ വർഷമുള്ളത്. അതായത് ബ്രേക്ക് ദ സൈക്കിൾ, സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ക്രൈം എന്നാണ്. നമ്മളത് മലയാളത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ ചാക്രികമായ രീതിയെ തകർക്കുക, സംഘടിത കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ലഹരിയുടെ വ്യാപനമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സംഘടിത കുറ്റകൃത്യത്തിൻ്റെ രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നിയന്ത്രിത ലഹരികളായ മദ്യവും പുകവലിയുടെയും അപ്പുറത്തേക്കുള്ള ലഹരിയുടെ ശൃംഖലകൾ എന്തും ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ശൃംഖലകളാണ്. അത് ലോകത്ത് പല സ്ഥലത്തും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്ന തലത്തിലേക്ക്, ആ ഗവൺമെൻറ്റുകളെ തെരുവിൽ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഡ്രഗ് മാഫിയകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, ഇപ്പോൾ മെക്സിക്കോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് വരെ ഈ മാഫിയകൾ വളർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ സംഘടിതമായ കുറ്റകൃത്യങ്ങളെ നിർത്തലാക്കണം. നാം നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ കേരളത്തിലൊക്കെ ഉൾപ്പെടെയുള്ള ഏതു ക്രൈം നടന്നാലും ഈ പറയുന്ന ലഹരിക്ക് അതിലൊരു പ്രധാന പങ്കുണ്ട് എന്ന അവസ്ഥയാണ്. അതിനെ ചെറുക്കാനായി, അതിനെ തകർക്കാനായി, ആ ലഹരിയുടെ ശൃംഖലകൾ തകർക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാമൂഹിക പ്രതിരോധമാണ് വരേണ്ടത്. ഈ സാമൂഹിക പ്രതിരോധം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ സ്കൂളിലോ കോളേജിലോ പഠനശാലകളിലോ തുടങ്ങേണ്ടതുണ്ട്. അത് ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ തൊഴിൽ മേഖലകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാത്തിനുമൊപ്പം സമൂഹത്തിൻ്റെ ഒരു മേൽനോട്ടവും ഇതിലുണ്ടാകണം. അത്തരത്തിൽ കുടുംബവും സമൂഹവും ഒക്കെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഈ ലഹരിക്കെതിരായിട്ടുള്ള യുദ്ധം നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഈ വർഷത്തെ സന്ദേശം, ബ്രേക്ക് ദ സൈക്കിൾ, സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ക്രൈം. അതായത് ലഹരി ഉപയോഗമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു സംഘടിതമായ കുറ്റകൃത്യത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനെ തച്ചു തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വർഷത്തെ പരമപ്രധാനമായ തീം. വ്യക്തമാണ് ഡോക്ടർ. ലഹരിയെക്കുറിച്ചും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഇന്ന് നമുക്കൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ മോഹൻ റോയ് ജിയാണ്. ഡോക്ടർ നന്ദി. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.